ആ എടി നീ എന്തിനാ കെയർ ആൻഡ് ക്യൂർ ഹോസ്പിറ്റലിൽ നിന്ന് ഓടിപ്പോന്നത്? ഓ, എനിക്ക് ആ കാര്യം ഓർക്കാനേ വയ്യ, ഒന്നും പറയണ്ട എൻ്റെ ദൈവമേ. ഓടിപ്പോന്നതോ അതോ ഓടിച്ചു വിട്ടതോ? ഒരു കണക്കിന് ഓർക്കുവാണെങ്കിൽ ഞാൻ എന്നാ പറയണ്ടേ, ഓടിച്ച് വിട്ടതാണെന്നും പറയാം, ഓടിപ്പോന്നതെന്നും, രണ്ടിനെയും കൂടെ ഒരു സ്ഥിതിയിലായിരുന്നു. ഒരു ജോലിയില്ലെന്നേ, എവിടെയെങ്കിലും ഒരു പണിയില്ല. ആ ഒരു ജോലിയില്ലേ, സുഖമാണല്ലോ. ഇവിടെ മനുഷ്യര് നിന്ന് തിരിയാൻ നേരമില്ല. ഓ പണ്ടങ്ങാനും പറഞ്ഞ ആരുടെയും കീഴിലൊക്കെ ജോലി ചെയ്താൽ മതിയായിരുന്നു, വെറുതെ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഇട്ട്. ആ എന്തുവാ കാര്യം പിന്നെ? അവിടെ ഒരു ശരിക്കും പറഞ്ഞ കാര്യമേ ഒരു പണിയും ചെയ്യാൻ പറ്റില്ല, ഒരു പണിയില്ല അവിടെ. പിന്നെന്താ ഒരു പണിയില്ല, ഞാൻ അവിടെ തന്നെ എടുക്കാൻ, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കേട്ടിട്ടേക്ക് പോന്നു. പിന്നെ പീഡനം വല്ലതും ഉണ്ടോ? പീഡനം അവിടെ പീഡിപ്പിക്കാനായിരിക്കുന്നത്, അവരുടെ അപ്പനും മക്കളും എല്ലാം കൂടെ ഉണ്ട് അവിടെ. പീഡനത്തിൻ്റെ ഒന്നുമല്ല പ്രശ്നം അവിടെ. പാട് രസമാണ് അവിടെ, പണ്ടുള്ള കാലം തൊട്ടുള്ള സാധനങ്ങളെല്ലാം അവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്. സുഖമല്ലേ? ആ അതാ സുഖമാണ്. പണ്ട് നമ്മൾ പണ്ടത്തെ അംബാസിഡർ തൊട്ട് പണ്ട് മുതുവപ്പൻ്റെ കാലത്തുള്ള വണ്ടി തൊട്ടുണ്ട്, അതിൻ്റെ ഒരു സ്റ്റോക്കുണ്ട്. എല്ലാ ഇൻസ്ട്രുമെൻറ്റുകളും പഴയ സാധനം തൊട്ടുള്ളതുണ്ട്. അങ്ങനെ എല്ലാം കൂടെ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. പേരും പ്രശസ്തിയുണ്ട്. അതെന്തിനല്ല സുരുക്കൂട്ടി വെച്ചിരിക്കുന്നത്? അതെല്ലാം കൊടുത്തുകൂടെ? അത് കൊടുത്തുകൂടാ, കൊടുക്കാൻ കൊള്ളാവുന്നതാണോ? ഒന്നും കൊള്ളത്തൊന്നുമില്ല. അതൊക്കെ പിന്നെ പാട്ടവലയ്ക്ക് വിറ്റാൽ പോലും ഒരു പട്ടി പോലും മേടിക്കില്ല, അങ്ങനത്തെ പരുവത്തിനതിരിക്കുന്നത്. പിന്നെ അവിടുന്ന് ഇനി പോകുന്നു. അവിടെ എന്താ പറയുന്നത്, എൻ്റെ ഇടയിൽ ഒന്നും പറയണ്ട. അങ്ങനെയൊക്കെ ഉള്ളിടത്ത് വേറെ വല്ലതും നല്ലത് കിട്ടിയോ? നല്ലത് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ, ഡോക്ടേഴ്സിന് എല്ലായിടത്തും വേക്കൻസി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമുക്ക് മനസ്സിൽ പിടിച്ചെടുത്ത് ചെയ്യണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. പിന്നെ ഒരു പണിയും ചെയ്യാം, ഒന്നും നമ്മളെ കൊണ്ടൊന്നും പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാൻ വരുമ്പോൾ നമുക്കൊരു ഇതുണ്ടല്ലോ, അങ്ങനെയുള്ളത് വർക്ക് ചെയ്തിട്ട് വലിയ കാര്യമില്ലല്ലോ. ശരിക്കും എന്താ പ്രശ്നം? പ്രശ്നം നല്ല രസമാണ് അവിടെ. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമത്തെ അവിടുത്തെ ചെയർമാനാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് തരുന്നത്. ചെയർമാൻ ഒരു ചെയർമാനാണ് വയസ്സൻ. വയസ്സൻ നമ്മളെ പിടിച്ച് സർജൻ, മെയിൻ സർജനാന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു. പക്ഷെ അതിന് ചോദിച്ചു ഹോസ്പിറ്റലിൽ ഒരിക്കൽ പല സംഭവങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഞാൻ ഓടിപ്പോരാൻ തുടങ്ങിയ കാരണം, സർജനാന്ന് പറഞ്ഞ് അവിടെ ഒരു പേഷ്യൻ്റ് വന്നു. ഒരു പേഷ്യൻ്റ് ഓപ്പറേഷന് പെട്ടെന്ന് അവിടെ കൊടുത്തു. പേഷ്യൻറ്റിനെ ടേബിളിൽ കയറ്റി കിടത്തി കഴിഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് ഒരു കോള് വന്നു. അവിടുത്തെ റിസപ്ഷനിൽ ഇരിക്കുന്ന ആൾ പറഞ്ഞു, ഡോക്ടർ യു ആർ ഓൺ ലൈൻ, കണക്ട് ചെയ്തിട്ട് എന്നോട് എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞാനിവിടെ പേഷ്യൻറ്റിനെ ഓൾറെഡി ടേബിളിൽ കിടത്തി, എനിക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ട സമയമെന്ന് പറഞ്ഞു. ഞാൻ അയാളുടെ മകനാണ് വിളിക്കുന്നത്. ഞാൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടറെ അവിടെ ഒരു ജംഗ്ഷനിലൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു, അങ്ങോട്ട് ആംബുലൻസ് പറഞ്ഞു. ഞാൻ ആംബുലൻസ് പറഞ്ഞു വിട്, അനി ഞാൻ തന്നെയാണ്, ഞാനിവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിൽക്കുമല്ലേ എന്ന് ചോദിച്ചു. നീ എന്നെ ആൾ തെറ്റിയായിരിക്കും, നീ വേണ്ട നമ്മുടെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ പുള്ളിക്കാരി വിളിക്കും. മകളാണ് എൻ്റെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ആളാണ്. അപ്പം തന്നെ ഈ പുള്ളിക്കാരി പെട്ടെന്ന് മകനോടനെ ഏറ്റുപിടിച്ചിട്ട് പറയാം, കുറേ വണ്ടികളൊക്കെ ഉണ്ട്. കുറേ വണ്ടികൾ, അതല്ല വണ്ടികളുടെ മാതാവ്, കുറേ വണ്ടികളുടെ ഇഷ്ടം പോലെ. കാരണം പണ്ട് കാലത്തുള്ള അത് ആക്രിക്ക് കൊടുക്കേണ്ട സാധനങ്ങൾ വരെ അവിടെ ഡംപ് കൊടുക്കുന്നതെല്ലാം പുരാവസ്തു പോലെ വെച്ചിരിക്കുക. എല്ലാ സാധനം ഇതിലൊന്നും ഒന്നേ വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ അതിന് പാർട്സ് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ ഡ്രൈവറില്ല. ഡ്രൈവറില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അവിടെ ജംഗ്ഷനിൽ വണ്ടി അപകടം നടത്തി. അന്നേരം ഞാൻ പറഞ്ഞു ഡ്രൈവറെ വിളിക്കുന്നപ്പോൾ ഡ്രൈവർ 2 ആഴ്ച പോയി. അപ്പോൾ 2 ആഴ്ചയായിട്ട് ഡ്രൈവറെ നിർത്തിയിട്ടില്ല. അപ്പോൾ എന്നോട് വിളിക്കണം, അത് എന്നോട് പറയുക. അത് ഞാൻ അങ്ങനെ പറഞ്ഞു, വേറെ വല്ലതും വിളിക്കാൻ പറഞ്ഞു. എനിക്കൊരു ടേബിളിൽ കിടക്കുന്ന പേഷ്യൻറ്റിനെയാണോ നോക്കട്ടെ, അതെന്നാ ചെയ്യണം. കാരണം അസിസ്റ്റൻ്റ് ആണ്, സർജൻ ഒന്നും അവിടെ ഇല്ല, അയാളില്ല. അയാൾക്ക് എമർജൻസി ഇത് ഭാര്യ പ്രസവത്തിനെങ്ങാണ്ട് പോയിരുന്നു. അത് പോകണ്ടേ. അപ്പം ഞാനത് പെർമിഷൻ ചെയ്ത് വിടുകയും ചെയ്തു. ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളാം നോക്കും. അപ്പോൾ നല്ല സിസ്റ്റേഴ്സും ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ എന്നാ സംഭവിച്ചു, ഈ പുള്ളി പറയാം, വേഗം പോയി എന്നെ കൊണ്ടുപോകും, അല്ലെങ്കിൽ വേറെ വല്ല ഹോസ്പിറ്റലിലോട്ട് ആ പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ആവുകൊണ്ട് നമുക്ക് ആംബുലൻസ് സർവീസ്. ഞാൻ പറഞ്ഞു, നമുക്ക് ആംബുലൻസിലെ അടുത്തടുത്ത് ആംബുലൻസ്, നമുക്ക് ആംബുലൻസ് സർവീസിൽ അറിഞ്ഞ് കെയർ ആൻഡ് ക്യൂർ ഹോസ്പിറ്റലിൽ നാണക്കേടായിരിക്കും, അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഡോക്ടർ പോയി കൊണ്ടുവരണമെന്ന്. അവിടെ അങ്ങനെയാണ്. അവിടെ ഏത് ജോലി ആരോട് പറഞ്ഞാലും ചെയ്തോണം. ആരെങ്കിലും തിരിച്ചെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന സ്ഥാപനത്തിൽ നിങ്ങൾ വർക്ക് ചെയ്തു, ഞാൻ പറയുന്ന ജോലി കിട്ടും. ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെയാ, അവിടെ കിടക്കും. എന്നെങ്കിലും നമുക്ക് കുറച്ച് എനിക്ക് അരിക്ക് 2 രൂപ, 3 രൂപ അങ്ങനെ പറഞ്ഞ് മേടിക്കുക, എന്തെങ്കിലുമൊക്കെ കിട്ടി തീർക്കും. അങ്ങനെയാണ്, അങ്ങനത്തെ രീതിയാണ്, എന്തെങ്കിലുമൊക്കെ കിട്ടും. പിന്നെ രണ്ടാമത്തെ കാര്യം ഇത്. പിന്നെ അത് കഴിഞ്ഞ് ഞാനന്ന് അവിടെ നിന്ന് ഇറങ്ങി അവിടെ വെളിയിൽ വന്നു. എന്നാൽ എന്നാ ചെയ്യേണ്ടത് ഒന്നും എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ വെളിയിൽ വന്നപ്പോൾ ഓടി വന്നിട്ട് അടുത്ത മകളെന്ന് പറഞ്ഞാൽ അവൾ ലീഗൽ സർവീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവളോട് ഓടി വന്നിട്ട്, ഡോക്ടറെ അന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ പിന്നെ ഒരു പേഷ്യൻറ്റിൻ്റെ ഓപ്പറേഷൻ നടന്നു. ആ പേഷ്യൻറ്റിൻ്റെ ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞ് തിരിച്ച് പിന്നീട് ആ പേഷ്യൻറ്റ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് വേറെ ഏതാണ്ട് അസുഖമായിട്ട് ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ചെന്നപ്പോൾ തന്നെ അതിനൊരു കിഡ്നി ഇല്ലെന്ന്. നേരത്തെ നടന്ന ഓപ്പറേഷൻ നമ്മൾ കിഡ്നി എടുത്തു. എനിക്കറിയില്ല, എനിക്കൊന്നും അറിയത്തേ ഇല്ല. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഞാൻ അങ്ങനെ ഒരു കേസ് നടന്നില്ല. നിനക്ക് തമാശയാ എൻ്റെ അടി, നിനക്ക് തമാശയാ. ഇതൊക്കെ നമ്മൾ നിന്ന് അനുഭവിക്കുമ്പോഴേ ശരിക്കുള്ള സ്ഥിതി അറിയത്തുള്ളൂ. പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ സ്ഥിതി നമുക്കറിയുള്ളൂ. അവസാനം എന്നാ പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്നാൽ പോലീസാണ്ട് വെയിറ്റ് ചെയ്യുന്നു. പോലീസിൻ്റെ അവിടെ പോയി ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, അഡ്വക്കേറ്റ് ഉണ്ട്, എല്ലാവരും സംസാരിക്കുകയും ചെയ്തു. അപ്പം ഞാനിപ്പോൾ ഏത് ചെയ്യും? ഓപ്പറേഷൻ തിയേറ്ററിൽ പേഷ്യൻറ്റ് കിടക്കുന്നു. ഓക്കെ, പേഷ്യൻറ്റ് കിടക്കുന്നു. രണ്ടാമത്തെ കാര്യം, അന്നേരത്തിന് ആ സമയത്ത് തന്നെ ആംബുലൻസിൻ്റെ ഡ്രൈവറില്ലെന്ന് പറഞ്ഞാൽ ആംബുലൻസ് വിളിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് 3 പേര് ഓരോന്ന് പറയും. അവസാനം ഇപ്പം തന്നെ ഞാൻ വെളിയിൽ ഇറങ്ങി ഇങ്ങനെ നിപ്പായി.
പോലീസുകാരൻ എന്നെ നോക്കി ഇങ്ങനെ നിൽപ്പുണ്ട്. ഞാൻ എന്നാ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞ സാറേ, അന്നേരം ആ പോലീസുകാരൻ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും. ഞാൻ എൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഇങ്ങനെ 3 കാര്യമായിട്ട് നിൽക്കുക സാറേ, എനിക്കിത് പറ്റിയല്ലോ. പറഞ്ഞാൽ ഡോക്ടർ ഒരു കാര്യം ചെയ്യും, ഇവർ 3 പേരുടെ കാര്യങ്ങൾ സെറ്റിലാക്കിയിട്ട് ഡോക്ടറെ വിളിക്കാൻ പറയാൻ പറഞ്ഞു. സാറ് തന്നെ അങ്ങ് പറഞ്ഞൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ലീഗൽ അഡ്വൈസർ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ അപ്പനും മക്കളും കൂടെ തീരുമാനം എത്തിക്കുക, ഇതിൽ ഓപ്പറേഷൻ നടത്തണോ, ആംബുലൻസ് എടുത്തുകൊണ്ട് പോകണോ, അതോ നിങ്ങളുടെ ഈ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷന് തയ്യാറാണ്, ഏതിനിപ്പം ഞാൻ ചെയ്യേണ്ടതെന്ന് പറയാൻ പറഞ്ഞു. ഏതാണ് ഇപ്പം എൻ്റെ റെസ്പോൺസിബിലിറ്റി, അത്രയും പറയാൻ പറഞ്ഞു. അന്നേരത്തിനും അവർ പറഞ്ഞു, ഞാനിങ്ങനെ നോക്കി ഒന്ന് എന്നാ ചെയ്യുന്നത്. അന്നേരത്തിനും അന്നേരത്തിന് അവിടെ നിന്നൊരു പുള്ളിക്കാരൻ ഒരു കാര്യം ചെയ്യും, ഈ പുള്ളിയുടെ മിസ്സസിനോട് ചോദിക്കാം, എങ്ങനെയാണ് ഒരു വീട്ടിൽ ഈ കണക്കാണ് ഇതുങ്ങളെല്ലാം കൂടെ ജീവിക്കുന്ന വീട്ടിൽ എന്നായിരിക്കും സ്ഥിതി. മിസ്സസിനെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറയാം, ഞാൻ എൻ്റെ വീട്ടിൽ ഒരു പ്രശ്നവും ഇല്ല, എൻ്റെ വീട്ടിൽ, കാരണം ഈ അപ്പനെയും മക്കളെയും ഞാൻ ഒന്നിലും ഇടപെടുത്തിക്കത്തില്ലെന്ന്. അങ്ങനെ ബുദ്ധി ഇപ്പോൾ ഇവിടെ അത് പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു, എൻ്റെ പിന്നെ നമോ എനിക്ക് വേണ്ടേ ജോലി, ഇതിലും നല്ലതാണ് എന്തെങ്കിലും ചെറിയ ജോലി ചെയ്ത് ഞാൻ ജീവിച്ചോളാം, വേറെ ഏതെങ്കിലും സ്വസ്ഥമായ ഒരു ക്ലിനിക്കിൽ പോയി ജോലി ചെയ്യാൻ സ്വസ്ഥം ഉണ്ടല്ലോ. ഇങ്ങനെ ഈ ഫാമിലി റൺ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആർക്കും പറ്റുകയില്ല, മതിയായി.